ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുതിയ ആത്മാവും പുതിയ ഹൃദയവും സമ്പാദ്യമായി കരുതണമെന്ന് പഴയ നിയമപ്രവാചകന്മാർ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ ആത്മാവിൻ്റെ മലിനതകളെ കഴുകി ഹൃദയത്തിൽ നല്ല വിചാരങ്ങളെ നിറയ്ക്കുവാൻ വീണ്ടും ഒരു നോമ്പ് കാലം വരവായി. നോമ്പ് ചിന്തകളാൽ സമ്പുഷ്ടമാണ് രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തത്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു പ്രമേയം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ അത് വീണ്ടെടുപ്പാണല്ലോ. അതായത് വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിന്റെ ഒരു പച്ച പരമാർത്ഥം, ഒരു അനുഭവമായി ചിത്രീകരിക്കുന്നതാണ് ഈ രൂത്തിന്റെ പുസ്തകം. നമുക്ക് വാക്യത്തിലേക്ക് വരാം. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രസ്താവന നവോമി പറയാനുണ്ടാകുന്ന കാരണം, ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ, നവോമിയും കുടുംബവും താമസിച്ചിരുന്ന ബേത്ലഹേമിലാണ്. അവിടെ ക്ഷാമമുണ്ടായപ്പോൾ നവോമിയും കുടുംബവും മോവാബിലേക്ക് പോകുന്നു. മോവാബ് എന്ന് പറയുന്ന പ്രദേശം ആ കുടുംബത്തിന് ദുരന്തങ്ങളുടെ അനുഭവമാണ് നൽകിയത്. അവിടെ വെച്ച് നവോമിക്ക് തന്റെ ഭർത്താവ് എലീമേലെക്കിനെയും തന്റെ 2 ആൺമക്കളെയും നഷ്ടമാകുന്നു. തന്റെ മരുമക്കളും നവോമിയും മാത്രം ആ ഭവനത്തിൽ അവശേഷിക്കുന്നു. തന്റെ മരുമകൾ ഓർപ്പയോട് യാത്ര പറഞ്ഞ് നവോമി തന്റെ 2ാമത്തെ മരുമകളായി രൂത്തിനെയും ചേർത്ത് പിടിച്ച് ബേത്ലഹേമിലേക്ക് വരുമ്പോൾ ആ യാത്രയുടെ അവസാനത്തിൽ നവോമി നടത്തുന്ന പ്രസ്താവനയാണ് നാം തിരഞ്ഞെടുത്ത വാക്യം. പ്രിയമുള്ളവരെ, മോവാബിൽ നിന്നും ബേത്ലഹേമിലേക്ക് നവോമി വരുന്നത് ഒരു സുബോധം നേടിക്കൊണ്ട, ഒരു തിരിച്ചറിവ് നേടിക്കൊണ്ട ആ ഒരു അനുഭവം തന്നെയാണ് ഈ വാക്യം നമ്മളോട് സംസാരിക്കുന്നത്. ഈ സുബോധം എന്ന വാക്ക് വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നത് മുടിയനായ പുത്രന്റെ ഉപമയിലല്ലേ. അവൻ തിരികെ വരുമ്പോൾ, അവന് സുബോധമുണ്ടായി തിരികെ വരുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹത്തെ, ഒരപ്പന്റെ സ്നേഹത്തെ നമ്മളവിടെ കാണുന്നില്ലേ? പ്രിയരെ, തിരിച്ചറിവില്ലാത്ത, സുബോധമില്ലാത്ത ഒരനുഭവമല്ലേ ഇന്ന് നമ്മുടെ തലമുറകൾക്കുള്ളത്? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ആടിനെ നഷ്ടമായ ഇടയന്റെ അനുഭവം പറയുന്നില്ലേ? തന്റെ ആടിനെ നഷ്ടമായപ്പോൾ 99 ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്ന ഇടയനെ കുറിച്ചല്ലേ ആ വേദഭാഗം നമ്മളോട് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ ഇടയൻ ആടിനെ തേടിപ്പോയത്? അവിടെ നഷ്ടമാടിനാണെന്ന ബോധ്യം ഇടയനുള്ളത് കൊണ്ടാണ്. നഷ്ടമാടിനായതുകൊണ്ട് ഇടയൻ ആടിനെ തേടിപ്പോകുന്നു. പ്രിയരെ, എനിക്കും നിങ്ങൾക്കും നഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളെ തേടി ഒരു ഇടയൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു ദൈവവും ഇങ്ങനെ ഒരു ഇടയനും ഈ വേദപുസ്തകത്തിലല്ലാതെ മറ്റെങ്ങുമില്ല. പക്ഷേ എന്നിട്ടും നമ്മുടെ സമൂഹം തിരിച്ചറിവില്ലാതെയല്ല യാത്ര. നമ്മുടെ സമൂഹം സുബോധമില്ലാതെയല്ല യാത്ര. ഈ നോമ്പിന്റെ അനുഭവങ്ങളിൽ നമുക്ക് സുബോധത്തെ നേടിയെടുക്കാം, നമുക്ക് തിരിച്ചറിവിനെ നേടിയെടുക്കാം. പ്രിയരെ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് ആത്മാവിനെ പ്രശോഭിപ്പിക്കുന്ന നന്മയായി നോമ്പ് വരുമ്പോൾ അതിനെ പുണരാൻ നമുക്കുണരാം. നല്ല മനസ്സും നല്ല വിചാരങ്ങളും ഈ നോമ്പിന്റെ തീർത്ഥാടനത്തിൽ എല്ലാവർക്കും കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.